പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 9 മണിക്കാണ് ബഡ്ജറ്റിൻ്റെ അവതരണം തുടങ്ങിയത്. ഒരു 10:30 11 മണി വരെ പോകും. അത് 1.5 മണിക്കൂറിൽ കൂടുതൽ അത് പോകും. ഇന്നിപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്ന് അസംബ്ലി പിരിയുകയും ചെയ്യും. അത് കഴിഞ്ഞ് ബഡ്ജറ്റുമേലുള്ള ചർച്ച വരുന്ന ദിവസങ്ങളിലായിരിക്കും വരുന്നത്. ആരോഗ്യരംഗത്ത് പുതുജീവൻ വരുന്നു എന്നുള്ളതാണ് ബഡ്ജറ്റിൻ്റെ കാരുണ്യവും കരുതലും സൈഡിൽ ചിന്തിക്കുമ്പോൾ. 2-3 കാര്യങ്ങൾ വരുന്നു. അത് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി സാധ്യതയുള്ള മേഖലകളാണ്. ഒന്ന്, വൺ കേരള കരുതൽ പദ്ധതി. വൺ കേരള കരുതൽ പദ്ധതി മിഷൻ, അതായത് വയോജനങ്ങളെയും പെൻഷൻകാരെയും പ്രായമായവരെയും ഒക്കെ കൂടി സഹായിക്കുന്ന അവർക്കാവശ്യമായ വൺ കേരള കരുതൽ മിഷൻ വരുന്നുണ്ട്. വലിയൊരു പ്രധാനപ്പെട്ട ഒരു മിഷനായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗീവ് കെയർ പദ്ധതി എന്ന് തുടങ്ങി ഗീവ് കെയറിൽ 6 മാസത്തെ കോഴ്സ്, അതായത് മുതിർന്നവരെ സർവീസിൽ നിന്ന് വിരമിച്ചവരെയുമൊക്കെ രോഗാതുരത കാലത്ത് ചികിത്സകൾ ഉറപ്പാക്കുന്നതിനും അവർക്ക് പരിചരണം നൽകുന്നതിനുമായി പ്രൊഫഷണലായി നഴ്സിംഗ് പോലെ ഗീവ് കെയർ കോഴ്സുകൾ 6 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തുടങ്ങി അത് പാസ്സാവുന്നവർക്ക് ഹോസ്പിറ്റലുകളുമായും പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുമായി ബന്ധിപ്പിച്ച് വയോജന വകുപ്പുമായി അവരെ പേര് രജിസ്റ്റർ ചെയ്ത് അവരെ കൊണ്ട് ഈ പറയുന്ന വയോജനങ്ങൾക്കും പെൻഷൻകാർക്കും പ്രയോജനം ചെയ്യുന്ന പരിപാടി വരുന്നു. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് വരുന്നു. തിരുവനന്തപുരത്ത് പുതിയൊരു മെഡിക്കൽ കോളേജ് കൂടെ വരുന്നു. ഹരിപ്പാട്ടും പുതിയ മെഡിക്കൽ കോളേജ് വരുന്നു. അപ്പോൾ ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുണ്ട്, കോട്ടയം മെഡിക്കൽ കോളേജുണ്ട്, തിരുവനന്തപുരത്ത് നേരത്തെ മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇനി ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, അതൊരു ഇലക്ഷൻ വാഗ്ദാനം കൂടെയായിരുന്നു. കെ മുരളീധരൻ ആരോഗ്യവകുപ്പ് മന്ത്രി ആയപ്പോൾ തന്നെ പറഞ്ഞു തിരുവനന്തപുരത്തും ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വരുമെന്ന്. ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് വരുന്നു. അപ്പോൾ നമ്മൾ വിവിധ പദ്ധതികൾ, ലൈറ്റ് മെട്രോ മുതൽ അടിസ്ഥാന സൗകര്യം മുതൽ സമുദ്ര മിഷൻ മുതൽ മാരിടൈം നയം മുതൽ വ്യവസായത്തിൻ്റെ കോറിഡോർ മുതൽ സയൻസ് പാർക്ക് മുതൽ ഫിലിം സിറ്റി മുതൽ കൾച്ചറൽ പാർക്ക് മുതൽ അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടികൾ വരുന്നുണ്ട്. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ വരുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ വരുന്നതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു കരുതൽ നടപടിയായി, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനമായി, അല്ലെങ്കിൽ ഒരു കാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കുന്ന ആ അർത്ഥത്തിലുള്ള കാരുണ്യമല്ല, ഒരു കരുണയുടെ പ്രവർത്തനങ്ങളായി വരുന്നതിൽ ഏറ്റവും മനോഹരമാണ്. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സ്കീം വരുന്നു. അത് ഒരു ബാധ്യതകളും ഒരു മാനദണ്ഡവുമില്ലാതെ എല്ലാ കുടുംബങ്ങൾക്കും അങ്ങനെ ഒരു ചികിത്സാ പദ്ധതി വരുന്നു. അതുപോലെ തന്നെ 2 മെഡിക്കൽ കോളേജ് വരുന്നു. വൺ കേരള കരുതൽ പദ്ധതി വരുന്നു. അങ്ങനെ നിരവധി പുതിയ പദ്ധതികളാണ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റ് വളരെ വലിയ ഒരു പദ്ധതിയെ പുതുയുഗം എന്ന കൺസെപ്റ്റിൽ വളരെ വലിയ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാം നടന്നാൽ തീർച്ചയായിട്ടും കേരളത്തിനൊരു പുതുയുഗം തന്നെ ഉണ്ടാകും. മാരിടൈം അക്കാഡമി വരുന്നു. അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണശാലയെക്കുറിച്ച് പറയുന്നു. വിമാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയ്റോപ്ലെയിൻ ലോജിസ്റ്റിക്സ് സെൻ്ററുകൾ വരുന്നു. അതിൻ്റെ പാർക്കുകൾ വരുന്നു. റിസർച്ച് പാർക്ക് വരുന്നു. ഇൻഡസ്ട്രിയെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സമിതികൾ വരുന്നു. അതുപോലെ ട്രൈബൽ യൂണിവേഴ്സിറ്റി വരുന്നു. ഇങ്ങനെ അത് വയനാടാണ് ട്രൈബൽ യൂണിവേഴ്സിറ്റി വരുന്നത്. ഓരോന്നോരോന്നായിട്ട് എടുത്താൽ എല്ലാ മേഖലയെയും സമഗ്രമായി തൊടുന്ന വളരെ മനോഹരമായൊരു ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്ത് വരാനുണ്ട്. നമുക്ക് ഇന്നും നാളെ കൂടെ കൊണ്ട് നമ്മുടെ സമ്പൂർണ്ണമായി ഇത് പൂർത്തിയാകുകയുള്ളൂ. എന്തായാലും മനോഹരമായ പ്രോജക്റ്റുകളാണ് വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടി, വനിതകൾക്ക് വേണ്ടി, അതുപോലെ സീനിയർ സിറ്റിസൺസിന് വേണ്ടി, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി, പ്രൊഫഷണലുകൾക്ക് വേണ്ടി, അങ്ങനെ ഓരോ വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മനോഹരമായ പ്രോജക്റ്റുകൾ സെക്ടർ വൈസ് വരുന്നു എന്നുള്ളതും പുതിയ മിഷനുകളും പദ്ധതികളും വരുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ ആനന്ദം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു പരിസ്ഥിതി സൗഹൃദമായ ആനന്ദ കേരളത്തിലേക്ക് പോകണമെന്നുള്ള നമ്മുടെ സങ്കല്പം, ആ കാഴ്ചപ്പാട് വളരെ കൃത്യമായി ഗവൺമെൻറ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ കൗതുകകരമായൊരു ബഡ്ജറ്റാണ്. തീർച്ചയായും ഒരു പുതിയ ബഡ്ജറ്റ് തന്നെയാണ്. ഒരുപാട് സൗജന്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യം, അതുപോലെ തന്നെ അംഗൻവാടിക്കാരുടെ പൈസ കൂട്ടി, ഓരോന്നായിട്ട് കൂടുതൽ കാര്യങ്ങൾ വന്നു. എന്തായാലും വളരെ വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജെൻസിക്കായി പ്രത്യേക പദ്ധതികൾ വരുന്നു. വനിതകൾക്ക് സ്കൂട്ടറുകൾ വരുന്നു.
കേരള മാർക്ക് സർട്ടിഫിക്കേഷൻ വരുന്നു. ഇങ്ങനെ എല്ലാം പുതിയ പദ്ധതികളാണ്. അങ്ങനെ ഗതാഗത മേഖലയ്ക്ക് വരുന്നു. 600 കോടി രൂപ ഇതിനു വേണ്ടി തന്നെ മാറ്റിവെച്ചു. ഇവർക്ക് ഈ സൗജന്യ ടിക്കറ്റിന് വേണ്ടി 600 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ സഹകരണ മേഖലയിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം വരുന്നു. പിന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ ട്രെയിനിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നു. എൻഡോസൾഫാൻ ബാധിതരെ സമ്പൂർണ്ണമായി ഗവൺമെൻറ് ഏറ്റെടുക്കും. അങ്ങനെ ഓരോന്നോരോന്നായി ചിന്തിക്കുമ്പോൾ റബ്ബറിൻ്റെ താങ്ങുവില കൂട്ടി. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 1500 കോടി രൂപ. തുറമുഖങ്ങളെ ബന്ധിച്ച് തിരുവനന്തപുരവും അഴീക്കലും ബേപ്പൂറും കൊടുങ്ങല്ലൂരും അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഈ ബോട്ട് സംവിധാനവും ബോട്ട് സർവീസും തുറമുഖങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന പരിപാടി വരുന്നു. മാരിടൈം പരിപാടി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള സമുദ്ര മിഷൻ നടപ്പിലാക്കും. അങ്ങനെ 5 വർഷം കൊണ്ട് കേരളത്തെ വളരെ ഗൗരവമായ ഒരു പ്രദേശമാക്കി മാറ്റിയെടുക്കുക, ഗ്ലോബൽ ഹബ്ബാക്കി, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പുതിയ അവസരങ്ങളുടെയും ഗ്ലോബൽ ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വരുന്ന ഹെൽത്ത് ആൻഡ് ലൈഫ് സിറ്റി പരിപാടി വരുന്നു. അതെല്ലാം വയോജനങ്ങൾക്കും പെൻഷൻകാർക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. 10 കോടി രൂപ തന്നെ വയോജന വകുപ്പിന് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് വളരെ മനോഹരമായി പോകുന്നു. കേരള നോളജ് വാലി എന്ന് പറയുന്ന സിൽക്കൺ വാലി പോലുള്ള, അമേരിക്കയിലെ സിൽക്കൺ വാലിയിലെ IT വാലി പോലുള്ള കേരള നോളജ് വാലി എന്ന് പറയുന്ന പുതിയ ഒരു പരിപാടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റിലാണ്. അതുപോലെ തന്നെ മലബാറിൽ ലോക നിലവാരത്തിലുള്ള 50 കോടിയുടെ ഫുട്ബോൾ സ്റ്റേഡിയമാണ് വരുന്നത്. മനോഹരമാണ് കേരളം. അപ്പോൾ വലിയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കളിയൊക്കെ കേരളത്തിൽ നടക്കും. അങ്ങനെ ഓരോ മേഖല എടുത്താൽ കൃത്യമായി സന്തോഷവും ആനന്ദവും നൽകുന്ന പുതിയ ബഡ്ജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നത്.